വയനാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം നടവയലിൽ നടനമാടി അങ്ങനെ തുടരുകയാണ്. ഇപ്പൊ നമ്മളോടൊപ്പം പ്രിയപ്പെട്ട കുറച്ച് മത്സരാർത്ഥികളുണ്ട്. ഇപ്പോൾ എല്ലാവരും കൊച്ചു സുന്ദരികളാണ്. നല്ല രസമുണ്ട് ഈ വേഷമൊക്കെ. ഇതാരാണ് സെലക്ട് ചെയ്തത്? പറ. അത് ഞങ്ങളെ സീനിയേഴ്സ് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ കളറൊക്കെ സെലക്ട് ചെയ്ത് ഞങ്ങൾ തന്നെയാണ്. പിന്നെ ടീച്ചറും സഹായിച്ചിട്ടുണ്ട്. നല്ല കളറാണ്, നല്ല രസമുണ്ട്. പിന്നെ നിങ്ങൾ ഓൾറെഡി സുന്ദരിമാരായതുകൊണ്ട് ഏതിട്ടാലും ചേരും അല്ലേ? അങ്ങനെയാണോ? ആണോ? ആണോ? തുറന്നു പറ, അങ്ങനെയാണോ? അങ്ങനെയല്ല. ശരി, ഏത് സ്കൂളാ പറ? GUPS തലപ്പുഴ. GUPS തലപ്പുഴ. തലപ്പുഴയിൽ നിന്ന് വേറെയും കുട്ടികൾ വന്നിട്ടുണ്ട് അല്ലേ? നേരത്തെ എന്തൊക്കെയോ മത്സരങ്ങളിൽ വിജയിച്ചൊക്കെ തലപ്പുഴയിൽ നിന്ന് വന്നു. GHS അതും തലപ്പുഴയാണ്. അപ്പൊ തലപ്പുഴ ഒരു അഭിമാനമാണ്. എല്ലാ കുട്ടികളും നല്ല കഴിവുള്ള ആളുകളാണ് അല്ലേ? അപ്പൊ എന്തിലായിരുന്നു ഇവിടെ പങ്കെടുത്തിരുന്നത്? അറബി ഗ്രൂപ്പ് സോങ്. അറബി ഓൾറെഡി എല്ലാവരും അറബി പഠിക്കുന്ന ആളുകളാണോ? എല്ലാവരുടെയും ലാംഗ്വേജ് തന്നെ അറബിയാണ് അല്ലേ? എങ്ങനെയുണ്ട് അറബി പഠിക്കാൻ? നല്ല രസമുണ്ട്, അടിപൊളിയാണ്. ആരാ പഠിപ്പിക്കുന്നത്? നൗഷാദ് സാർ. അപ്പൊ ഗ്രൂപ്പ് സോങ് എങ്ങനെയാണ്, ആരാ പഠിപ്പിച്ചത്? നൗഷാദ് സാറും പിന്നെ എന്റെ ഏട്ടനുണ്ട് ഷാറൂഖ് സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളെ സീനിയേഴ്സ് HS ഓരായിരുന്നു ഈ പാട്ട് പാടിയിട്ട് ഞങ്ങൾ അത് കേട്ടാണ് പഠിച്ചത്. അങ്ങനെ പഠിച്ചതാണ്. അപ്പൊ ആദ്യമായിട്ടാണോ ഈ ജില്ലാ കലോത്സവത്തില് മത്സരിക്കാൻ വരുന്നത്? മുമ്പ് വന്നിട്ടുണ്ട്. UP തലത്തിൽ തന്നെ. കഴിഞ്ഞ തവണ വന്നിരുന്നോ? കഴിഞ്ഞ മുന്നത്തെ പ്രാവശ്യം. എന്നിട്ട് എന്താണ് പ്രൈസ് കിട്ടിയത്? അറബി ഗ്രൂപ്പ് സോങ്ങിന് സെക്കൻഡ് വിത്ത് എ ഗ്രേഡ്. എന്നാലും കുഴപ്പമില്ല. ഇത്തവണ ഓരോ വർഷം ചെല്ലുന്തോറും നമ്മൾ കുറച്ചുകൂടി മിനിക്ക് ഇങ്ങനെ കൊണ്ടുവരാം. അപ്പൊ ഞാനൊരു സ്വീറ്റ് തന്ന് തൽക്കാലം നിങ്ങളെ ഒന്ന് സ്വീകരിക്കാം. ഓക്കെ? ഗോൾഡ് കവറിംഗ് ആൻഡ് സിൽവർ ആണ് ഒരു സ്വീറ്റ് അവർ നൽകുന്നത്. വെറുതെ ഒരു മധുര സമ്മാനം. പക്ഷെ ഈ കാർഡുമായിട്ട് അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ അവർ നൽകുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. ഓക്കെ, ഇതാ അദ്ദേഹത്തിന് കൂടി പാസ് ചെയ്തേ. ശരി, അപ്പോ ഒന്ന് പേര് പറ. അൽഫ ഫാത്തിമ. അവിടെ തൻഹ. എങ്ങനെയുണ്ടായിരുന്നു കോമ്പറ്റീഷൻ? സൂപ്പർ ആയിരുന്നു, അടിപൊളിയായി. പോട്ടെ, അടുത്ത ആള് ഹന്ന ഫാത്തിമ. അവിടെ അല്ല, ഈ ഫാത്തിമ എല്ലാവരുടെയും പുറകെ വരാനുള്ള ഒരു കാരണം എന്താ? അത് രസമുണ്ടല്ലോ. എങ്ങനെയൊക്കെയാണ് പേര്? തൻഹ ഫാത്തിമ. അവിടെ രണ്ടുപേര് ഫാത്തിമയാണ് അല്ലേ? ഇവിടെയോ ഫാത്തിമ. അതെന്താണ് അങ്ങനെ വന്നേ? എല്ലാത്തിലും ഒരു ഫാത്തിമ ചേർന്നുണ്ട്. ഏതായാലും ഓക്കെ, അതേതായാലും സൂപ്പർ ആയിട്ടോ. ഓക്കെ, ഇനി ഇവിടെ ഫാത്തിമമാരുണ്ടോ? അപ്പൊ കുറച്ച് മാറ്റങ്ങളുണ്ട് അല്ലേ? ഒരു ഇന്നും ഇല്ലും ഇള്ളും ഒക്കെ ചേർന്നുണ്ട്. എല്ലാവർക്കും പുതിയ പേരുകളാണ്. നല്ല രസമുണ്ട്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? ആരാ വേറെ പാട്ടൊക്കെ പാടുന്ന ആളുകളുടെ? അൽഫ. അൽഫ എവിടെ? അത് ശരി, എന്റെ അടുത്ത് തന്നെ ഉണ്ട് അൽഫ. മൈലാഞ്ചിയൊക്കെ ഇട്ടുണ്ടല്ലോ. ആരാണ് ഇട്ടത്? നല്ല രസമുള്ള ആരാണ് ഇട്ടത്? ഫ്രണ്ട്സ് ഇട്ടെന്നാണ് എല്ലാവർക്കും. അപ്പൊ നല്ല സപ്പോർട്ടാണ് സ്കൂൾ അല്ലേ? ശരി, അപ്പൊ ഒരു പാട്ട് പാടിക്കാൻ. നമ്മുടെ അറബി അല്ലാതെ വേറെ ഏതാ പാടുക? ഏതേലും ഗ്രൂപ്പ് ആയിട്ടല്ല, ഒറ്റയ്ക്ക് പാടുന്ന പാട്ട് ഏതെങ്കിലും ഉണ്ടോ? പാട്, ഒരു പാട്ട് പാടിക്കേ. തേരാ മേരാ ജീവൻ ഏതോ കാലക്കേടില്ലാണോ, ലോല വായോ പോക ലോകം കാണാം തേരാ പാര, ഞെട്ടി ഹൃദയം പൊട്ടി വഴിയും തെറ്റി വിടത്തി സിറ്റി നടുവിൽ ചുറ്റി അടിയും പൊട്ടി പണിക്കിട്ടി. ഏയ് ബനാനെ ഒരു പൂത്തരമോ, ഏയ് ബനാനെ ഒരു കാത്തരമോ, ഏയ് ബനാനെ ഒരു പൂത്തരമോ, ഏയ് ബനാനെ ഒരു കാത്തരമോ. അടിപൊളി. ഇത് അല്ലെ ഒരു വൈബുള്ള പാട്ടാണ് അല്ലേ? അത്യാവശ്യം തുള്ളാൻ പറ്റുന്ന പാട്ടാ. വേറെ ഏതെങ്കിലും പ്രൈസ് കിട്ടിയ ആളുകളുണ്ടോ ഇതില്? ആരാണ്? ഭയങ്കര താല്പര്യം അവർക്ക് നിന്നെ പരിചയപ്പെടുത്താം. പേര് പറ ഒന്നുകൂടി. പേര്? ഏതിനൊക്കെയാണ് പങ്കെടുത്തിരുന്നത്? അറബി പദ്യത്തിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അറബി ഗ്രൂപ്പ് സോങ്ങിന്. അപ്പൊ അറബി പദ്യത്തിനും ഫസ്റ്റ് കിട്ടി. അതും സാറ് അവര് തന്നെയാണോ പഠിപ്പിക്കണേ? നൗഷാദ് സാർ. അപ്പൊ നൗഷാദ് സാറിന് അഭിമാനല്ലേ? നൗഷാദ് സാറാണ് എഴുതിയത്. നൗഷാദ് സാർ എഴുതിയത് അറബിയിലാ? രചന നൗഷാദ് സാറാണ്. നൗഷാദ് സാറിന് ഒരു ഗ്രേറ്റ് ഹായ്. കാരണം സാറ് അറബിയിൽ എഴുതുക, അറബിയിൽ ഈണം കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല അല്ലേ? ഏതായാലും നൗഷാദ് സാർ വന്നിട്ടുണ്ടല്ലോ അല്ലേ കൂടെ? നൗഷാദ് സാർ അവിടെ ഉണ്ട്. അത് അവിടെ ചിരിച്ചോണ്ടിരിക്കേണ്ട അഭിമാനാണ്. കുട്ടികൾക്ക് എന്താ അഭിമാനം നിങ്ങളെ പരിചയപ്പെടുത്താൻ. അത് തന്നെ വലിയ കാര്യം. അപ്പൊ അറബി പദ്യത്തിൽ ഒരു 2 വരി സാറ് ഈണം കൊടുത്തത്. പറഞ്ഞോ. العالم في صمت قاتل كم من الأطفال أبرياء مثل أنا قد قتلوا على مر السنين
أدعوكم لتوجيه انتباهكم الكامل إلى عزة. هذا الشعر كتبه نوشاد ندوي في بحر الرمل. فاعلات فاعلات فاعلون فاعلات فاعلات فاعلون في موسم القلب الكآبة تملأ ببكاء أطفال الفلسطين هبوا ووصية مؤلمة تكتبها وحيا مثال طفولة العز الحياة. ഓക്കെ, നല്ല രസമുണ്ട് കേട്ടോ. കൈയടിച്ചാൽ ഞാനും കൈയടിക്കുന്നു. നൗഷാദ് സാറിനാണ് ഈ കൈയടി. ഇത് എന്തിനായിട്ട് ബന്ധപ്പെട്ടാണെന്ന് അറിയാവോ? ഏതുമായിട്ട് ബന്ധപ്പെട്ട? ഫലസ്തീനിലെ യുദ്ധത്തിൽ കുട്ടികളുടെ മരണമായിട്ട് അല്ലേ? കാരണം അവിടെ മരിച്ചു വീഴുന്ന നിരവധി പിഞ്ചു കുട്ടികളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കാം നമുക്കിത്. അപ്പൊ ഏതായാലും അത്തരം യുദ്ധങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. യുദ്ധം ഇഷ്ടമാണോ? യുദ്ധം പാടില്ല അല്ലെ? നമ്മളെ പോലെയുള്ള കുറെ ആളുകൾ അവിടെ മരിച്ചു വീഴുന്നുണ്ട്. ആർക്കും ഒരു ദോഷവും ഒരു രാജ്യത്തും വരാതിരിക്കട്ടെ. ദെൻ അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ അറബി ഗ്രൂപ്പ് സോങ് അല്ലെ, അതൊന്ന് കേൾക്കാം. പാടിക്കും. ആരാണ് മെയിൻ സിംഗർ? ഇവിടെയാ? ആ ശരി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വല്ലാ 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 യാ വല്ലാ. والله أنا معتمد ربي نجزي يا أحد ربي نجزي يا صمد ربي يا الله ربي نجزي يا أحد ربي نجزي يا صمد ربي يا من معتمد ربي يا الله ربي يا متعالي ربي حي العالي ربي سوي الطاعي ربي طوي الباعي ربي صحي الصاحي ربي زكي الجاني ربي قوي القائم ربي نقي الفائم ربي نجزي يا الله ربي يا الله الله والله يا أنت عماد أكثرني نعمة فاد خيرا فيبيض فؤاد خيرا لذا والله 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 يا والله. ഒന്ന് കണ്ടുവെക്കുന്ന ആളുകൾ, കേട്ടേക്കുന്ന ആളുകൾ ഒന്ന് കൈയടിച്ചേ. സൂപ്പർ ആയിട്ട്. നമുക്ക് എഴുന്നേറ്റേക്കാം. വാ. ഓക്കെ, സൂപ്പർ ആയിട്ട് കേട്ടോ. എഴുന്നേറ്റ് നിൽക്കാം. ഓക്കെ, റെഡി. അപ്പൊ വളരെ മനോഹരമായിട്ട് പാട്ട് പാടി. എനിക്ക് അറബിയുടെ ആ ഭംഗി അല്ലെ, എത്ര ഭംഗിയായിട്ടാ നിങ്ങൾ പാടിയത്. ഈ ആക്ഷൻ ഒക്കെ പറഞ്ഞിരുന്നു അങ്ങനെ? അതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു, സീനിയേഴ്സ് തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു. സീനിയേഴ്സ് ആണോ അവിടെ നിന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കണ്ടായിരുന്നു? ആ സീനിയേഴ്സ് ആണോ? അല്ലാന്ന് തോന്നുന്നു അല്ലേ? അവരത് ആസ്വദിച്ചിരുന്നു ഏതായാലും ഭംഗിയായിട്ട്. അപ്പോ ഒരു സമ്മാനമൊക്കെ തന്നാലോ? സന്തോഷാവില്ലേ? വിജിത്തെ ഒരു സമ്മാനം നമ്മുടെ ധനേഷ് ദാമോദർ, അദ്ദേഹമാണ് സമ്മാനമായിട്ട് വരുന്നത്. ഇടയ്ക്കൊരു പണി കൊടുക്കാൻ പറ്റിയ ആളാണ്. അയാളെ അറിയാമല്ലോ അല്ലേ? ആ, അതാണ്. ആ ശരി. അപ്പൊ ധനേഷ് ദാമോദർ നമ്മുടെ പ്രിയപ്പെട്ട GUPS തലപ്പുഴയുടെ പ്രതിഭാധനരായ നമ്മുടെ പ്രിയപ്പെട്ട കൗമാര പ്രതിഭകൾക്ക് ഒരു വയനാട് വിഷന്റെ മെഡലാണ് സമ്മാനം. ഓക്കെ, ഏതായാലും കൗമാര കലോത്സവം ഇങ്ങനെ തുടരുമ്പോൾ വലിയ നല്ല നല്ല കാഴ്ചകൾ ഇതൊക്കെ കാണണമെങ്കിൽ നമ്മുടെ കലോത്സവം എത്തണം എന്നുള്ളതാണ് സത്യം. അപ്പൊ നമ്മുടെ സുന്ദരി കുട്ടികളോടൊപ്പം ഞാനും അങ്ങനെ സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ്, ചിരിച്ച മനസ്സോടെ. ഇനിയും വലിയ വലിയ വേദികൾ കീഴടക്കാൻ സാധിക്കട്ടെ. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു ചായക്ക് സ്നാക്സ് ആയിട്ട് നൗഷാദ് സാർ വാങ്ങി തന്നോ? നിങ്ങൾ നൗഷാദ് സാറിന് ചെലവ് ചെയ്യോ അതോ സാറ് നിങ്ങൾക്ക് ചെലവ് ചെയ്യോ? എന്താണ് ഇനി സംഭവിക്കുക? ആ, ഞങ്ങൾ നൗഷാദ് സാറിന് ചെലവ് ചെയ്യും.
സാറ് ഇങ്ങോട്ടും വാങ്ങി തരും, ഞങ്ങൾ അങ്ങോട്ടും വാങ്ങിക്കൊടുക്കും. അപ്പോൾ പരസ്പരം ഒരു ധാരണയിലാണ് പോക്ക്. അപ്പോൾ ഏതായാലും ഈ സ്നാക്സ് നമുക്ക് ചായക്ക് ഒപ്പം കഴിക്കാം. നൗഷാദ് സാറേയും പാരന്റ്സിനെയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാം കേട്ടോ. ആരാണ്? ഷാരോൺ ആണ്. ഷാരോൺ ചിപ്സ് വെള്ളമുണ്ട നൽകുന്ന നല്ല രസകരമായ ചിപ്സ് ആണ് കേട്ടോ. സന്തോഷമായില്ലേ? ബാർക്കാണ് ഇതാ ലീഡർ തന്നെ വാങ്ങട്ടെ എല്ലാവർക്കും വേണ്ടിയിട്ട്. റെഡിയാണല്ലോ? സന്തോഷമാണല്ലോ? താങ്ക് യു വെരി മച്ച്. അപ്പൊ ഇനി വരുന്നുണ്ട് നമ്മളോടൊപ്പം കുറച്ച് പ്രതിഭകൾ, അവരെ കാത്തിരിക്കാം. ഷോർട്ട് ബ്രേക്ക്.